നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാന പാതയിൽ പാറേമ്പാടത്ത് ശുദ്ധജല പദ്ധതിയുടെ പൈപ്പ് പൊട്ടിയ ഭാഗത്ത് വലിയ കുഴി രൂപപ്പെട്ടു. കഴിഞ്ഞ ദിവസം ടാറിംഗ് നടത്തി മണിക്കൂറുകൾക്കകമാണ് ശുദ്ധജല പദ്ധതിയുടെ പൈപ്പ് പൊട്ടിയത്. വെള്ളത്തിന്റെ ശക്തമായ ഒഴുക്കിൽ സമീപത്തെ വീട്ടിലേക്ക് വെള്ളം കയറിയിരുന്നു. റോഡിൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴിയെടുത്തതിനു ശേഷം മാത്രമേ പൈപ്പിന്റെ അറ്റകുറ്റപ്പണി നടത്താൻ കഴിയുകയുള്ളൂ. അക്കിക്കാവ് മുതൽ കുന്നംകുളം വരെ പുതുതായി സ്ഥാപിക്കുന്ന പൈപ്പ് ലൈനിന്റെ പണി വൈകുന്നത് റോഡ് നവീകരണത്തിന് തടസ്സമാവുകയാണ്. കാലപ്പഴക്കം ചെന്ന പൈപ്പുകൾ പൊട്ടുന്നത് പതിവായതോടെ ഇവ മാറ്റണമെന്ന ആവശ്യം ശക്തമായിരുന്നു. സംസ്ഥാന പാതയിൽ നവീകരണം തുടങ്ങിയതോടെയാണ് പൈപ്പ് മാറ്റുന്ന പണി ആരംഭിച്ചത്. 3 മാസം മുമ്പ് ആരംഭിച്ച പൈപ്പിടൽ ഇനിയും പൂർത്തിയായില്ല. ഇതോടെ പഴയ പൈപ്പിലൂടെയാണ് ശുദ്ധജലം വിതരണം ചെയ്യുന്നത്. ഈ പൈപ്പ് ഇടയ്ക്കിടെ പൊട്ടുന്നത് റോഡ് നവീകരണത്തിന് തടസ്സമാകുകയാണ്. പുതിയ പൈപ്പിടുന്ന ജോലികൾ ഉടൻ പൂർത്തിയാക്കി ഇതിലൂടെ വെള്ളം വിതരണം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കഴിഞ്ഞ അധ്യയന വർഷത്തെ SSLC പരീക്ഷയിൽ 100% വിജയം കരസ്ഥമാക്കിയ വിദ്യാലയങ്ങളെ HM ഫോറം ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ആദരണീയം 2025 എന്ന പേരിൽ കുന്നംകുളം ബോയ്സ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന സദസ്സ് കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ ബിജു സി ബേബി അധ്യക്ഷത വഹിച്ചു. ജില്ലാ മുൻ വിദ്യാഭ്യാസ ഉപഡയറക്ടർ AK അജിതകുമാരി, ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ T രാധ, HM ഫോറം കൺവീനർ MK സൈമൺ, KP വാസുദേവൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് SSLCയിൽ 100% വിജയം കൈവരിച്ച ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ 71 വിദ്യാലയങ്ങളെയും ഉപഹാരം നൽകി ആദരിച്ചു. സംഘടന രൂപീകരിച്ച ശേഷമുള്ള പ്രഥമ പരിപാടിയായിരുന്നു ആദരണീയം 2025. തികയാതെ പോയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെയേറെ വിദ്യാഭ്യാസ തലത്തിൽ മുന്നോട്ട് വരാൻ സാധിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തുടങ്ങി വെച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. DYFI കിരാലൂർ ഈസ്റ്റ് വെസ്റ്റ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ PK ബിജു കൈമാറി. DYFI വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി അംഗവും വേലൂർ മേഖലാ പ്രസിഡന്റുമായ TS വിനിൽ അധ്യക്ഷത വഹിച്ചു. DYFI സംസ്ഥാന കമ്മിറ്റി അംഗവും തൃശൂർ ജില്ലാ സെക്രട്ടറിയുമായ VP ശരത് പ്രസാദ്, വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി, വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, CPM വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി ഡോക്ടർ KD ബാഹുലയൻ, വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, DYFI വടക്കാഞ്ചേരി ബ്ലോക്ക് സെക്രട്ടറി ER രാഹുൽ എന്നിവർ സംസാരിച്ചു. CPM വേലൂർ ലോക്കൽ സെക്രട്ടറി അബിൽ ബേബി സ്വാഗതവും കിരാലൂർ വെസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി സന്തോഷ് വാറോട്ടിൽ നന്ദിയും പറഞ്ഞു. ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി കുടിവെള്ള ടാങ്ക് നിർമ്മാണത്തിനായി ഒരുമനിയൂർ പഞ്ചായത്ത് വാങ്ങിയ സ്ഥലത്തിന്റെ രേഖകൾ വാട്ടർ അതോറിറ്റിക്ക് കൈമാറി. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് അധ്യക്ഷത വഹിച്ചു. കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി പഞ്ചായത്ത് വികസന ഫണ്ട് ചെലവഴിച്ച് 15 സെന്റ് സ്ഥലത്ത് 3 കോടി രൂപ ചെലവഴിച്ചാണ് കുടിവെള്ള ടാങ്ക് നിർമ്മിക്കുന്നത്. ചടങ്ങിൽ പഞ്ചായത്ത് വാങ്ങിയ സ്ഥലത്തിന്റെ പ്രമാണം വാട്ടർ അതോറിറ്റിക്ക് കൈമാറി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ KH കയ്യുമു ടീച്ചർ, KV രവീന്ദ്രൻ, ET ഫിലോമിന, ബ്ലോക്ക് മെമ്പർ K ആഷിത, മെമ്പർമാർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ജോഷി ഫ്രാൻസിസ്, CDS ചെയർപേഴ്സൺ സുലൈഖ ഖാദർ, CPM പ്രതിനിധി KA ഉണ്ണികൃഷ്ണൻ, വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രേഖ P നായർ, പഞ്ചായത്ത് സെക്രട്ടറി ഷിബുദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രഥമ ഗണേശോത്സവ പുരസ്കാരം മുരുകോപാസകനും LMRK സ്ഥാപകനുമായ R രജിത് കുമാറിന് മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ സമർപ്പിച്ചു. ഗുരുവായൂർ നഗരസഭാ ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങ് സായി സഞ്ജീവനി ട്രസ്റ്റ് ചെയർമാൻ മൗനയോഗി ഡോക്ടർ A ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് KS പവിത്രൻ അധ്യക്ഷത വഹിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. അഖില ഭാരത അയ്യപ്പ സേവാ സമാജം ഉപാധ്യക്ഷൻ VK വിശ്വനാഥൻ, TV ശ്രീനിവാസൻ, C ശശീന്ദ്രൻ, P വത്സലൻ, TP മുരളി, നാരായണ ഭട്ടതിരിപ്പാട്, സതീഷ് ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. താലപ്പൊലിയോടെ പുഷ്പവൃഷ്ടി നടത്തിയാണ് വിശിഷ്ടാതിഥികളെ ചടങ്ങിലേക്ക് എതിരേറ്റത്. പ്രമുഖ പരസ്യകലാകാരനും കേരള കാർട്ടൂൺ അക്കാദമി അംഗവുമായിരുന്ന കാർട്ടൂണിസ്റ്റ് സോളമൻ അനുസ്മരണ സമ്മേളനവും ചിത്രരചനാ മത്സരവും കുന്നംകുളത്ത് നടന്നു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ വെച്ച് നടന്ന സമ്മേളനം കേരള കാർട്ടൂൺ അക്കാദമി മുൻ ചെയർമാൻ കാർട്ടൂണിസ്റ്റ് ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ചൈതന്യ സ്പെഷ്യൽ സ്കൂൾ സെക്രട്ടറി M രാമദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി.
ഫാദർ ബെഞ്ചമിൻ, ജയപ്രകാശ് നീലിമ, രാജൻ ചൊവ്വന്നൂർ എന്നിവർ സംസാരിച്ചു. ജെയ്സൺ ഗുരുവായൂർ, പ്രിൻസ് കൊങ്ങണൂർ, ഗോപികൃഷ്ണൻ എന്നിവർ വിധികർത്താക്കളായി. ആർത്താറ്റ് കുന്നംകുളം ഇടവക വികാരി ഫാദർ റോയ് കോശി അനുഗ്രഹ പ്രാർത്ഥന നടത്തി. ജോബിഷ് ഗോൾഡൻ സ്വാഗതവും ഐവിൻ കെൻഡർ നന്ദിയും പറഞ്ഞു. സോജ കെൻഡൽ, രാജൻ നെല്ലുവായ്, മോഹനൻ പോർക്കുളം, ജനാർദ്ദനൻ പോർക്കുളം തുടങ്ങിയവർ നേതൃത്വം നൽകി. കാർട്ടൂണിസ്റ്റ് സോളമൻ മെമ്മോറിയൽ ചിത്രരചനാ മത്സരത്തിൽ സീനിയർ വിഭാഗത്തിൽ നിവേദ് ടി ജെ, ശ്രീലക്ഷ്മി പി അനീഷ്, ദേവന എം സുരേഷ് എന്നീ വിദ്യാർത്ഥികൾ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾക്ക് അർഹരായി. ജൂനിയർ വിഭാഗത്തിൽ വൈഗ പി വി, ആദിശ്രീ എൻ ആർ, ദിയ ഫാത്തിമ വി എസ് എന്നീ വിദ്യാർത്ഥികൾ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾക്ക് അർഹരായി. വിജയികൾക്ക് മൊമെന്റോയും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. ചാലിശ്ശേരി അങ്ങാടിയോടുള്ള UDF പഞ്ചായത്ത് ഭരണസമിതിയുടെ അവഗണനയ്ക്കെതിരെ CPIM ചാലിശ്ശേരി ലോക്കൽ കമ്മിറ്റി രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി. ഞായറാഴ്ച വൈകിട്ട് ചാലിശ്ശേരി പടിഞ്ഞാറെ പള്ളിക്ക് സമീപം നടന്ന വിശദീകരണ യോഗം CPM തൃത്താല ഏരിയ കമ്മിറ്റി അംഗം TM കുഞ്ഞുകുട്ടൻ ഉദ്ഘാടനം ചെയ്തു. ബോബൻ സി പോൾ അധ്യക്ഷനായി. CPM ഏരിയ കമ്മിറ്റി അംഗം KI പ്രയാൺ, ലോക്കൽ കമ്മിറ്റി അംഗവും വാർഡ് മെമ്പറുമായ ആനി വിനു തുടങ്ങിയവർ സംസാരിച്ചു. ടൗൺ ബ്രാഞ്ച് സെക്രട്ടറി KG സണ്ണി ചാലിശ്ശേരി സ്വാഗതവും ഷാജിമോൾ ഹെൻറി നന്ദിയും പറഞ്ഞു. ഹൈവേ അധികൃതരുടെ അനാസ്ഥയ്ക്കും അഹങ്കാരത്തിനുമെതിരെ എന്ന തലക്കെട്ടിൽ SDPI അണ്ടത്തോട് തീരദേശ മേഖലാ ബ്രാഞ്ച് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഹെൽമറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. മന്നലാങ്കുന്ന് കിണർ പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പാപ്പാളി മേഖലയിലൂടെ അണ്ടത്തോട് സമാപിച്ചു. ജീവന് ഭീഷണിയാകുന്ന രീതിയിൽ സർവീസ് റോഡുകൾ പൂർണ്ണമായും തകർന്നിട്ടും അനാസ്ഥ തുടരുന്ന അധികൃതരുടെ കണ്ണു തുറക്കാൻ ഹെൽമറ്റ് ധരിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത്. സമാപന യോഗം SDPI പൊന്നിയൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സക്കറിയ പൂക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. അണ്ടത്തോട് ബ്രാഞ്ച് പ്രസിഡന്റ് അയ്യൂബ് അണ്ടത്തോട് അധ്യക്ഷത വഹിച്ചു. കുമാരൻപടി ബ്രാഞ്ച് പ്രസിഡന്റ് തൗഫിക് മാലിക്കുളം, അണ്ടത്തോട് ബ്രാഞ്ച് സെക്രട്ടറി ഷംസീർ മടപ്പൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സുബൈർ ഐനിക്കൽ, കമ്മിറ്റി അംഗം ആഷിഫ് മാലിക്കുളം, മുനീർ ഒലീദ് എന്നിവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജനറൽ വിഭാഗത്തിൽപ്പെട്ട വയോജനങ്ങൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹുസൈൻ പുളിയഞ്ഞാലിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ കട്ടിൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിഷ അജിത് കുമാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ആനി വിനു, പഞ്ചായത്ത് അംഗങ്ങളായ റംല വീരാൻകുട്ടി, ഷഹന അലി, ഷഹന മുജീബ്, പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി എന്നിവർ പങ്കെടുത്തു. പഞ്ചായത്തിലെ 15 വാർഡുകളിൽ നിന്നുമായി 99 വയോജനങ്ങൾക്കാണ് കട്ടിലുകൾ വിതരണം നടത്തിയത്. കാട്ടകമ്പാൽ YMCAയുടെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായ അനിൽ P. മാത്യുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പുതിയ പ്രസിഡന്റായി CC മോഹനൻ, സെക്രട്ടറിയായി അനിൽ P. മാത്യു, ട്രഷറർ AV തമ്പി, മറ്റ് കമ്മിറ്റി മെമ്പർമാരെയും തെരഞ്ഞെടുത്തു. AV തമ്പി സ്വാഗതവും സോണി സക്കറിയ നന്ദിയും പറഞ്ഞു. പ്രകൃതി സംരക്ഷണ സംഘം ഭൂമികയ്ക്ക് ഒരു തൈ പരിപാടി വാവനൂർ ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജിൽ മുൻ MLA VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി സംരക്ഷണ സംഘം കേരളം സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ SP സുബ്രഹ്മണ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. സംഘടനയുടെ സംസ്ഥാന കോർഡിനേറ്റർ N. ഷാജി തോമസ് പദ്ധതിയുടെ ഭാഗമായി പുറത്തിറക്കിയ ബ്രൗഷറും സംഘടന യൂത്ത് വിംഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോബിൻ പനക്കൽ വൃക്ഷത്തൈയും കോളേജ് അധികൃതർക്ക് നൽകി. കോളേജ് NSS പ്രോഗ്രാം ഓഫീസർ R. രജനീഷ്, HOD സാഗർ M. നാരായണൻ, അസിസ്റ്റന്റ് പ്രൊഫസർ P. ഹിതേഷ്, അവസാന വർഷ വിദ്യാർത്ഥി MG അമൽ തുടങ്ങിയവർ സംസാരിച്ചു. പദ്ധതിയുടെ ഭാഗമായി നടത്തിവരുന്ന ക്വിസ് മത്സരത്തിലെ വിജയികളായ വിദ്യാർത്ഥികൾക്ക് സമ്മാനമായി വൃക്ഷത്തൈകളും നൽകി. ചാലിശ്ശേരി സ്വദേശിയായ യുവാവ് ദുബായിൽ ഹൃദയാഘാതം മൂലം മരിച്ചു. ചാലിശ്ശേരി PP ഓഡിറ്റോറിയം മയിലാടിക്കുന്ന് റോഡിൽ മാർവൽ ക്ലബിന് സമീപം താമസിക്കുന്ന മേലെ തലയ്ക്കൽ പരേതനായ അബുദൽ മകൻ നജ്മുദ്ദീനാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. നൂർജ മാതാവും ഫെബീന ഭാര്യയുമാണ്. യാസീൻ, ലൈബ, ഇസ എന്നിവർ മക്കളാണ്. ചരമം കുന്നംകുളം ചിറ്റഞ്ഞൂർ ഗ്രീൻ ഗാർഡൻ റോഡിൽ താമസിക്കുന്ന പനക്കൽ ഇട്ടിയരമാഷ് മകൻ ബെന്നി അബ്രഹാം നിര്യാതനായി. 63 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 11-ന് ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ നടത്തും. ഡർലിസ് ഭാര്യയും അന്ന ബെന്നി, അബ്രഹാം ബെന്നി എന്നിവർ മക്കളുമാണ്. തോന്നലൂർ കുരുവീട്ടി വിജയൻ നിര്യാതനായി. 68 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4 മണിക്ക് ശാന്തിതീരം ശ്മശാനത്തിൽ നടക്കും. ഗിരിജ ഭാര്യയും ജീജ, ജിജേഷ് എന്നിവർ മക്കളുമാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.